ഹായ് ഹലോ നമസ്കാരം. പേജ്3 അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് സയൻസിൻ്റെ മേഖലയിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ നേരത്തെ തന്നുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്ന 70-ലധികം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതോടൊപ്പം തന്നെ 2023-24 കറണ്ട് അഫെയറിന് ഒപ്പം തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഒരു ലിമിറ്റഡ് പീരീഡ് ഓഫറാണ് ഇപ്പോൾ ലഭിക്കുന്നത്. SSCRTയുടെ 5 മുതൽ 10 വരെയുള്ള സോഷ്യലിൻ്റെയും സയൻസിൻ്റെയും ചാപ്റ്റർ വൈസ് PDF നോട്ട് നിങ്ങൾക്ക് ഈ ഒരു ഇതിനൊപ്പം തന്നെ ലഭിക്കുന്നുണ്ട്. ഓക്കെ, അതൊരു എക്സ്ട്രാ ആയിട്ടാണ് ലഭിക്കുന്നത്. ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് ഈ ഒരു എക്സാമിൻ്റെ ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആ ഒരു സീരീസ് എടുക്കുന്നവർക്ക് 5 മുതൽ 10 വരെയുള്ള SCRT സോഷ്യലിൻ്റെയും സയൻസിൻ്റെയും PDF സ്കൂൾ പാഠപുസ്തകത്തിൻ്റെ PDF സൗജന്യമായിട്ട് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 2023-24 കറണ്ട് അഫെയർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട്. സോ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, വരെയുള്ളവർ 9747886626 എന്ന് പറയുന്ന പേജ്3 അക്കാദമിയുടെ ഒഫീഷ്യൽ നമ്പറിലേക്ക് വിളിച്ച് നിങ്ങൾ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ് എടുക്കുക. നിങ്ങൾക്ക് 7000-ലധികം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ട് സാധിക്കും, സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ളതും അല്ലാത്തതായിട്ടുള്ളതും. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ഈ പറയുന്ന തിരഞ്ഞെടുത്ത ചോദ്യം എന്ന് പറയുന്ന ആ ഒരു മോക്ക് ടെസ്റ്റിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. വളർച്ചാഘട്ടത്തിൽ വളർച്ചാ ഹോർമോണിൻ്റെ ഉൽപ്പാദനക്കുറവ് വളർച്ച മുരടിക്കാൻ കാരണമാവുകയും ഡാഷ് എന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നു. ആ അവസ്ഥയ്ക്ക് പറയുന്ന പേര് എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വാമനത്വം, ഭീമാകാരത്വം, അക്രോമെഗാലി, ലൂക്കോപീനിയ. ഓക്കെ, ലൂക്കോപാനിയ ഏതാണ്? ഓക്കെ, അപ്പോൾ വളർച്ചാഘട്ടത്തിൽ വളർച്ചാ ഹോർമോണിൻ്റെ ഉൽപ്പാദനക്കുറവ് വളർച്ച മുരടിക്കാൻ കാരണമാവുകയും ഡാഷ് എന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നു. ഓപ്ഷൻ നോക്കുക, കൃത്യമായിട്ടുള്ള ഓപ്ഷൻ ഏതാണെന്ന് തിരഞ്ഞെടുത്തിട്ട് എഴുതിക്കൊള്ളുക. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണെങ്കിൽ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളവ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പകൽ വെളിച്ചത്തിൽ കാണുന്നതിനും വിവിധ നിറങ്ങൾ തിരിച്ചറിയുന്നതിനും റോഡ് കോശങ്ങൾ സഹായിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അടുത്തത് കോൺ കോശങ്ങൾ മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്നു എന്ന് പറയുന്നുണ്ട്. അടുത്തത് റോഡ് കോശങ്ങളിൽ വിഷ്വൽ പർപ്പിൾ എന്ന മാംസ്യം അടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. നാലാമത്തെ പ്രസ്താവന വിറ്റാമിൻ എയിൽ നിന്ന് രൂപപ്പെടുന്ന വർണ്ണകമാണ് റൊഡോപ്സിൻ എന്ന് പറയുന്നുണ്ട്. ഈ ഒരു 4 പ്രസ്താവന വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കണ്ണുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലേ? കണ്ണ് എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുണ്ട്, പഞ്ചേന്ദ്രിയങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ കണ്ണുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പ്രസ്താവനകളാണ്, 4 പ്രസ്താവനകളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ള ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ നോക്കുക, ഇതിൽ ഏതൊക്കെയാണ് ശരി എന്നുള്ളത് ഏതൊക്കെയാണ് തെറ്റെന്നുള്ളതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, എന്നിട്ട് കൃത്യമായിട്ടുള്ള ഉത്തരത്തിലേക്ക് വരിക. അടുത്തത് സമയം വേണ്ട, ഒരു പോസ് ചെയ്തോളൂ. നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 3 ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ചുവടെ തന്നിരിക്കുന്നവയിൽ റൂബിയോള വൈറസ് പരത്തുന്ന രോഗം ഏതാണ്? റൂബിയോള വൈറസ് പരത്തുന്ന രോഗം ഏതാണ്? അരിമ്പാറ, അഞ്ചാം പനി, മുണ്ടിനീര്, റുബെല്ല ഇവയിൽ ഏതാണ്? ഓക്കെ, ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ലൈനൊന്നും സമയധികം വേണ്ട. നാലാമത്തെ നോക്കുക. ആറ്റോമിക നമ്പറും ആറ്റോമിക മാസുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? 1, 2, 3, 4 പ്രസ്താവന ഇവിടെ പറയുന്നുണ്ട്. അതിൽ ആദ്യത്തെ പ്രസ്താവന നോക്കൂ. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ ആകെ എണ്ണമാണ് ആറ്റോമിക നമ്പർ എന്ന് പറയുന്നുണ്ട്. അത് ശരിയാണോ എന്ന് പരിശോധിക്കണം. അടുത്ത 2, ഒരു ആറ്റത്തിൻ്റെ ആറ്റോമിക നമ്പറിനെ സൂചിപ്പിക്കുന്ന പ്രതീകമാണ് Z എന്ന് പറയുന്നുണ്ട്. ശരിയാണോ എന്നൊന്ന് പരിശോധിച്ചോളൂ. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണമാണ് ആറ്റോമിക മാസ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഒരാറ്റത്തിൻ്റെ ആറ്റോമിക മാസിനെ സൂചിപ്പിക്കുന്ന പ്രതീകമാണ് A എന്ന് പറയുന്നുണ്ട്. 4 പ്രസ്താവന. ഇതിൽ ഏതൊക്കെ പ്രസ്താവനകൾ ശരി ഏതൊക്കെ തെറ്റ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണെന്ന് നോക്കുക. അതിനകത്ത് കൃത്യമായിട്ട് ഉത്തരം ഈ ഓപ്ഷനിൽ നിന്ന് തിരഞ്ഞെടുക്കുക. ഓക്കെ അല്ലേ? അടുത്തത് 5, ഏറ്റവും കൂടുതൽ ഊർജമുള്ള വെള്ളത്തിൻ്റെ അവസ്ഥ ഏതാണ്? ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ള വെള്ളത്തിൻ്റെ അവസ്ഥയാണ് ചോദിച്ചിട്ടുള്ളത്. ജലം ആയിരിക്കുമ്പോഴാണോ, അതായത് ദ്രാവകാവസ്ഥയിലുള്ളപ്പോഴാണോ, ഐസാണോ, നീരാവിയാണോ, മൂന്നിനും തുല്യ ഊർജ്ജമാണ്, ഏത് അവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ള വെള്ളത്തിൻ്റെ അവസ്ഥ ജലം അഥവാ എന്താണ്, ദ്രാവകാവസ്ഥയിലുള്ളപ്പോഴാണോ, ഐസ് അല്ലെ ഖരാവസ്ഥയിലുള്ളപ്പോഴാണോ, നീരാവി വാതകാവസ്ഥയിലുള്ളപ്പോഴാണോ, അല്ലെങ്കിൽ മൂന്നിനും തുല്യ ഊർജ്ജമാണോ, 3 അവസ്ഥയിലുള്ളപ്പോഴും അതിന് തുല്യ ഊർജ്ജമാണോ എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. എഴുതിക്കോളും. അടുത്തത് 6, സബ്ലിമേഷൻ സംഭവിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നാണ്. വാതകം ഖരരൂപമായി മാറുന്നു, ഖരരൂപം ദ്രാവകമായി മാറുന്നു, ഒരു ദ്രാവകം വാതകമായി മാറുന്നു, ഖരരൂപം വാതകമായി മാറുന്നു. എന്താണെന്നുള്ളത് നോക്കിയിട്ട് എഴുതിക്കോളൂ. ഓക്കെ, ഡയറക്റ്റായിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾ കുറേ കേട്ടിട്ടുള്ള ഇതൊക്കെ. 7, തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. മുകളിലേക്ക് എറിയുന്ന വസ്തുവിൻ്റെ ഗതികോർജം കൂടുന്നു.
ജലസംഭരണിയിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ജലത്തിന് ലഭ്യമാകുന്ന ഊർജ്ജമാണ് സ്ഥിതികോർജ്ജം. ഒരു വസ്തുവിനെ അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം. ഗതികോർജ്ജം എല്ലായ്പ്പോഴും പോസിറ്റീവോ പൂജ്യമോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ 4 പ്രസ്താവന പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് തെറ്റ് നമ്മളോട് പറഞ്ഞിട്ടുള്ള പ്രസ്താവന, തെറ്റായിട്ടുള്ള പ്രസ്താവന കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ള അപ്പോൾ ഓപ്ഷൻ അതിനനുസരിച്ചുള്ള തന്നെയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഏതാണ് തെറ്റ് എന്നുള്ളത് കണ്ടുപിടിച്ചോളൂ. ഓക്കെ, 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആൽക്കലി ലോഹങ്ങളിൽ ഏറ്റവും സാന്ദ്രത കുറഞ്ഞത് ഏതാണ്? ആൽക്കലി ലോഹങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ആൽക്കലി ലോഹങ്ങളിൽ ഏറ്റവും സാന്ദ്രത കുറഞ്ഞത് ഏതാണ്? സീസിയം, പൊട്ടാസ്യം, സോഡിയം, ലിഥിയം. ഇവയിൽ ഏതാണ്? ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അധികം സമയം വേണ്ട ഒരു പോസ് ചെയ്തോളൂ. നമുക്ക് 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഏതെല്ലാം പല്ലുകളെയാണ് അണപ്പല്ലുകൾ എന്ന് പറയുന്നത്? ഏതെല്ലാം പല്ലുകളെയാണ് അണപ്പല്ലുകൾ എന്ന് പറയുന്നത്? അഗ്രചർവണകം, അതുപോലെ കോമ്പല്ല് അതിനെയാണോ, അല്ലെങ്കിൽ അഗ്രചർവണകം ചർവണകത്തിനെയാണോ, അതല്ലെങ്കിൽ കോമ്പല്ല്, ഉളിപ്പല്ല് എന്നിവയാണോ, അല്ലെങ്കിൽ ചർവണകം, ഉളിപ്പല്ല് എന്നിവയാണോ? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ, പല്ലുകളെ പറ്റിയിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ അതിനകത്ത് നോക്കുക, ഏതെല്ലാം പല്ലുകളെയാണ് അണപ്പല്ലുകൾ എന്ന് പറയുന്നത്? അടിച്ചണപ്പല്ല് തെറിപ്പിക്കുന്നൊക്കെ കേട്ടിട്ടില്ലേ സിനിമകളുടെ ഡയലോഗ്? അപ്പോൾ അത് വെച്ചൊന്ന് കണക്ട് ചെയ്ത് പഠിച്ചു നോക്കിക്കോളൂ. ഓക്കെ, എഴുതിക്കോളൂ. ഇനി അടുത്തത് 10 ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ടുള്ള എന്താണ് ഓരോ രോഗകാരികളുടെ പേര് ഇവിടെ തന്നിട്ടുണ്ട്. റൈനോ വൈറസ്, ട്രിപ്പോണീമ പല്ലഡിയം, വേരിസെല സോസ്റ്റർ, വേരിയോള വൈറസ് എന്ന് പറഞ്ഞ വൈറസുകളുടെയൊക്കെ പേരുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇനി ഇപ്പുറത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ജലദോഷം, ചിക്കൻ പോക്സ്, വസൂരി, സിഫിലിസ് എന്ന് പറയുന്ന അതുമായി ബന്ധപ്പെട്ട രോഗം തന്നിട്ടുണ്ട്. സോ ഇതിലെ ഏത് രോഗാണുവാണ് ഈ പറയുന്ന രോഗങ്ങൾ പരത്തുന്നത് എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒന്ന് ചേരുംപടി ചേർക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. രോഗങ്ങൾ എന്നുള്ള പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ബയോളജിയിൽ പഠിക്കാനുള്ളൊരു മേഖലയാണ്. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതുക. ഓക്കെ അല്ലേ? അപ്പോൾ 10 ക്വസ്റ്റ്യൻസ്. ഇതിന് സമയം വേണ്ട ഒരു പോസ് ചെയ്തോളൂ. നമ്മളൊന്ന് ആൻസർ ഡിസ്കസ് ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം മുതലൊന്ന് നോക്കാം. മാർക്ക് കൃത്യമായിട്ട് കമൻറ്റ് ചെയ്യുക, മറക്കരുത്. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. അറിയാത്ത ക്വസ്റ്റ്യനൊക്കെ ഉണ്ടെങ്കിൽ എഴുതി വെച്ചോളൂ കേട്ടോ. ഓക്കെ, വളർച്ചാ ഘട്ടത്തിൽ വളർച്ചാ ഹോർമോണിൻ്റെ ഉൽപ്പാദനക്കുറവ് വളർച്ച മുരടിക്കാൻ കാരണമാകും അല്ലേ? അപ്പോൾ അത് ഏത് അവസ്ഥയിലേക്കാണ് എത്തിക്കുന്നത്? നമ്മൾ ഏത് അവസ്ഥയാണ് ഉണ്ടാവുക? അത് വാമനത്വം അല്ലേ? വളർച്ച മുരടിച്ച് കഴിഞ്ഞാൽ വാമനത്വം അല്ലേ? പിന്നെ മറ്റേത് ബീഭാകാരത്വം, അതിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ? വാമനത്വം. ഓക്കെ അല്ലേ? വാമനത്വം. അപ്പോൾ വളർച്ച മുരടിക്കുന്ന സമയത്ത് ഹൈറ്റ് കുറയും, വാമനത്വം എന്നുള്ള പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അല്ലേ അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ ഒന്നാമത്തിൻ്റെ ഉത്തരം എ ആണ്. 2, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നോക്കുക. പകൽ വെളിച്ചത്തിൽ കാണുന്നതിനും അതുപോലെ വിവിധ നിറങ്ങൾ തിരിച്ചറിയുന്നതിനും റോഡ് കോശങ്ങൾ സഹായിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തെറ്റാണ്. ഇവിടെ റോഡ് കോശങ്ങളല്ല വരുന്നത്. ഓക്കെ, റോഡ് കോശങ്ങളല്ല, മറിച്ച് എന്താണ്? മറിച്ച് നമ്മൾക്ക് കാഴ്ച സാധ്യമാക്കുന്നത് കോൺ കോശങ്ങളാണ്. ഇവിടെ കോണാണ് വരുന്നത്. ഓക്കെ, കോൺ. അപ്പോൾ ഈ പ്രസ്താവന തെറ്റാണ്. ഇനി അടുത്തത്, കോൺ കോശങ്ങൾ മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്നു എന്ന് പറഞ്ഞു. മങ്ങിയ വെളിച്ചത്തിൽ എന്താണ്? രാത്രി റോഡ് കോശങ്ങളാണ്. അപ്പോൾ ഇത് കോണല്ല, ഇവിടെ റോഡാണ് വരേണ്ടത്. റോഡ് കോശങ്ങൾ. ഓക്കെ, റോഡ് കോശങ്ങൾ. അപ്പോൾ ഇതും തെറ്റാണ്. കാരണം ഇവിടെ പകൽ വെളിച്ചത്തിൽ കോൺ കോശങ്ങളും രാത്രി മങ്ങിയ വെളിച്ചത്തിൽ എന്താണ്? റോഡ് കോശങ്ങളുമാണ് നമുക്ക് കാഴ്ച സാധ്യമാക്കുന്നത്. തന്നിട്ടുള്ളതിൽ ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും തെറ്റാണ്. ഇനി അടുത്ത്, റോഡ് കോശങ്ങളിൽ വിഷ്വൽ പർപ്പിൾ എന്ന് പറയുന്നൊരു മാംസം അടങ്ങിയിരിക്കുന്നു. അത് ശരിയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അടുത്ത്, വിറ്റാമിൻ എയിൽ നിന്ന് രൂപപ്പെടുന്ന വർണ്ണകമാണിത് റോഡോപ്സിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതും എന്താണ്? അതും ശരിയായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ 3ഉം 4ഉം ശരിയാണ്. അപ്പോൾ നമ്മളോട് എന്താണ് ശരിയായ പ്രസ്താവന കണ്ടെത്താൻ പറഞ്ഞുകൊണ്ട് തന്നെ 3ഉം 4ഉം 3ഉം 4 ശരിയെന്ന് പറയുന്ന ഓപ്ഷൻ സി നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? അടുത്തത് 3, ചുവടെ തന്നിരിക്കുന്നവയിൽ റൂബിയോള വൈറസ് അല്ലേ? റൂബിയോള വൈറസ് പരത്തുന്ന രോഗം ഏതാണ്? അത് 5-ാം പനിയാണ്. റൂബിയോള വൈറസ് പരത്തുന്നത് 5-ാം പനിയാണ്. അടുത്ത 4, ആറ്റോമിക നമ്പറും ആറ്റോമിക മാസുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകൾ പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ ശരിയാണോ തെറ്റാണോ കണ്ടുപിടിക്കാനൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. നമുക്ക് ആദ്യം എന്താണ് ശരികളൊക്കെ ഒന്ന് നോക്കാം, അല്ലെങ്കിൽ തെറ്റുകളുണ്ടെങ്കിൽ അത് ശരിയും തെറ്റുകളും നമുക്കൊന്ന് മനസ്സിലാക്കി വയ്ക്കാം. നോക്കാം, ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ ആകെ, കാരണം ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഒരു ആറ്റോമിക നമ്പറും ആറ്റോമിക മാസുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിക്കാമെന്ന് മാത്രമേ വേണ്ടുള്ളൂ. ഇവിടെ നമുക്ക് ശരി കണ്ടെത്തണോ തെറ്റ് കണ്ടെത്തണോ എന്നൊന്നും നമുക്കറിയില്ല അല്ലേ? ഇനി നോക്കിക്കോളൂ. ഇനിയാണ് നമ്മളിത് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ, ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ ആകെ എണ്ണമാണ് ആറ്റോമിക നമ്പർ അല്ലേ? പ്രോട്ടോണുകളുടെ ആകെ എണ്ണമല്ലേ ആറ്റോമിക നമ്പർ എന്ന് പറയുന്നത്? അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ശരിയായിട്ടിട്ടു. ഇനി അടുത്തത്, ഒരു ആറ്റത്തിൻ്റെ ആറ്റോമിക നമ്പറിനെ സൂചിപ്പിക്കുന്ന പ്രതീകം നോക്കൂ, സെഡ് എന്നാണ്. ആറ്റോമിക നമ്പറിന് എന്താണ്? സെഡ് എന്ന് പറയുന്ന ആ ഒരു പ്രതീകം ഉപയോഗിച്ചിട്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് 2 ശരിയാണ്. അടുത്ത, ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണമാണ് അതിൻ്റെ ആറ്റോമിക മാസ് എന്ന് പറയുന്നത് അല്ലേ? എന്തിൻ്റെയൊക്കെയാണ്? പ്രോട്ടോണുകളുടെയും അതുപോലെ തന്നെ ന്യൂട്രോണുകളുടെയും ആകെ എണ്ണമാണ് എന്ത്? ആറ്റോമിക മാസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ശരിയായിട്ടുള്ളതാണ്. അടുത്ത പോലെ 4-ാമത്തെ
ആറ്റം, ഒരു ആറ്റത്തിൻ്റെ ആറ്റോമിക മാസിനെ സൂചിപ്പിക്കുന്നതാണ് എ എന്ന് പറയുന്ന പ്രതീകം. അപ്പോൾ അത് പ്രസ്താവന ശരിയല്ലേ? അതും ശരിയാണ്. അപ്പോൾ 4 പ്രസ്താവനകൾ ഇവിടെ ശരിയാണ് അല്ലേ. അപ്പോൾ 1, 2 മാത്രം നമുക്ക് പറയാൻ പറ്റില്ല, 3, 4 മാത്രം നമുക്ക് പറയാൻ പറ്റില്ല, കാരണം 4ഉം ശരിയാണ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവയെല്ലാം ശരി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, ഇവയെല്ലാം തെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. കാരണം നമുക്കിതെല്ലാം ശരിയാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് സി തിരഞ്ഞെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം ഇത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് നിങ്ങൾ പരിശോധിച്ചതിന് ശേഷം പറയുന്ന പ്രസ്താവനകൾ ശരിയുണ്ടോ തെറ്റുണ്ടോ എന്ന് നോക്കിയ ശേഷം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എന്താണ് ശരിയാണോ തെറ്റാണോ കണ്ടെത്താൻ പറഞ്ഞു നോക്കൂ. ഇവിടെ എല്ലാം ശരി എന്നുള്ള ഓപ്ഷനിൽ ഇവിടെ കറക്റ്റായിട്ട് ആപ്റ്റ് ആവുന്നത്. അപ്പോൾ അത് സി ഓപ്ഷൻ നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. അടുത്ത് 5, ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ള വെള്ളത്തിൻ്റെ അവസ്ഥ ഏതാണ്? നീരാവിയാണ്, നമുക്കറിയാലോ അല്ലേ. ഓക്കെ, നീരാവിയാണ്. അടുത്തത് 6, സബ്ലിമേഷൻ സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഖരം എന്താണ്? ദ്രാവകമാകാതെ ഡയറക്റ്റ് വാതകമാകുന്നു അല്ലേ. നോക്കുക, ഖരരൂപം വാതകമായി മാറുന്നു എന്നുള്ളത് തന്നെയാണ്. ഓപ്ഷൻ ഡി ആണ് 6ാമത്തെ ഉത്തരം. അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇവിടെ കറക്റ്റ് എടുത്ത് പറഞ്ഞിട്ടുണ്ട് തെറ്റായത് കണ്ടെത്താൻ അല്ലേ. മുകളിലേക്ക് എറിയുന്ന വസ്തുവിന് ഗതികോർജ്ജം കൂടുന്നു എന്ന് പറയുന്നുണ്ട് അല്ലേ. മുകളിലേക്ക് നമ്മളൊരു വസ്തു എറിഞ്ഞു കഴിഞ്ഞാൽ അത് സ്പീഡ് കൂടുതൽ പോയിട്ട് പിന്നെ എന്താണ് സ്പീഡ് കുറയും അല്ലേ. കാരണം ഈ ഗതികോർജ്ജം കുറഞ്ഞിട്ട് സ്ഥിതികോർജ്ജത്തിലേക്ക് അത് എത്തും അല്ലേ. അപ്പോൾ എന്താണ് അവിടെ എന്താണ് സംഭവിക്കുന്നത്? മുകളിലേക്ക് എറിയുന്ന വസ്തുവിൻ്റെ ഗതികോർജ്ജം കൂടുകയാണ് ചെയ്യുക, ഗതികോർജ്ജം കുറയുകയാണ് ചെയ്യുന്നത് അല്ലേ. ഗതികോർജ്ജം കുറയുകയാണ് ചെയ്യുന്നത് അല്ലേ. മുകളിലേക്ക് എറിയുന്ന വസ്തുവിൻ്റെ ഗതികോർജ്ജം എന്താണ് ചെയ്യുന്നത്? കുറയുകയാണ്. അവിടെ സ്ഥിതികോർജ്ജം അല്ലേ വരുന്നത്, സ്ഥിതികോർജ്ജമാണ് അല്ലേ വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ എന്താണ് തെറ്റായിട്ട് ഒരു പ്രസ്താവനയാണ്, കാരണം അവിടെ കൂടുന്നു എന്നാണ് പറയുന്നത്, അത് ശരിക്കും കുറയുകയാണ്. ഇനി ജലസംഭരണിയിൽ ശേഖരിച്ച് വെച്ചിരിക്കുന്ന ജലത്തിന് ലഭ്യമാകുന്ന ഊർജ്ജം എന്താണ്? അത് സ്ഥിതികോർജ്ജമാണ് അല്ലേ, അതിൽ സംഭരിച്ച് വെച്ചിരിക്കുകയല്ലേ. അപ്പോൾ അത് സ്ഥിതികോർജ്ജം തന്നെയാണ്. അപ്പോൾ ഈ ഒരു പ്രസ്താവന ശരിയായിട്ടുള്ളതാണ്. ഇനി ഒരു വസ്തുവിനെ അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജം എന്താണ്? സ്ഥിതികോർജ്ജമാണോ ഗതികോർജ്ജമാണോ? ഗതികോർജ്ജം തന്നെയല്ലേ ചലനം കൊണ്ട് ലഭ്യമാകുന്നത്, ഗതികോർജ്ജമാണ്. ഇനിയോ ഗതികോർജ്ജം എല്ലായ്പ്പോഴും പോസിറ്റീവോ അല്ലെങ്കിൽ പൂജ്യമോ ആയിരിക്കും, അതും ശരിയായിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മളോട് തെറ്റായ പ്രസ്താവന കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കുമ്പോൾ 1 തെറ്റാണ്, അതെന്താണ്? അവിടെ ഗതികോർജ്ജം കുറയുകയാണ് ചെയ്യുന്നത്. ബാക്കി 2, 3, 4 എന്നിവ ശരിയാണ്. അപ്പോൾ നമ്മളോട് തെറ്റായ പ്രസ്താവന കണ്ടെത്താൻ പറഞ്ഞപ്പോൾ 1 തെറ്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മളോട് തിരഞ്ഞെടുക്കേണ്ടത്. അത് ഓപ്ഷൻ സി, 1 തെറ്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത്. അടുത്തത് 8ാമത്തെ, ആൽക്കലി ലോഹങ്ങളിൽ ഏറ്റവും സാന്ദ്രത കുറഞ്ഞത് ഏതാണ്? അത് ലിഥിയമാണ്. ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് 8ാമത്തേത്. 9, ഏതെല്ലാം പല്ലുകളെയാണ് അണപ്പല്ലുകൾ എന്ന് പറയുന്നത്? അണപ്പല്ലുകൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? അഗ്രചർവണകവും ചർവണകവും അല്ലേ. അഗ്രചർവണകവും ചർവണകത്തെയാണ് നമ്മളെന്താണ് ഈ പറയുന്ന അണപ്പല്ലുകൾ അല്ലേ, അണപ്പല്ല് എന്ന് പറഞ്ഞിട്ട് പറയുന്നത് അതിനെയാണ് അല്ലേ. കോമ്പല്ലിനി ഉളുപ്പല്ലിനി നമ്മൾ പറയില്ല, അഗ്രചർവണകം ചർവണം അല്ലേ, അതിനെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് അവിടുത്തെ ഉത്തരം. ഇനി 10ാമത്തെ നോക്കൂ, ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ എന്താണ്? റൈനോ വൈറസ് അല്ലേ. ഈ റൈനോ വൈറസ് എന്ന് പറഞ്ഞാൽ ജലദോഷത്തിന് കാരണമായിട്ടുള്ളതല്ലേ റൈനോ വൈറസ് അല്ലേ. അപ്പോൾ ഒന്നാമത്തേത് 1A എന്ന് പറഞ്ഞ് നമ്മൾ നോക്കി. 1A എന്ന് പറയുന്ന ഒന്നാമത്തെ നോക്കും, 1D 1A എന്ന് പറയുന്ന ഒരെണ്ണേ ഉള്ളൂ. നമുക്ക് അടുത്ത് നോക്കാം, രണ്ടാമത്തെ നോക്ക്, ട്രിപ്പോണിമ പല്ലിടം അല്ലേ. അതെന്താണ് ട്രിപ്പോണിമ പല്ലിടം എന്ന് പറയുന്നത്? സിഫിലിസ് ആണ് അല്ലേ, സിഫിലിസ് ആണ്. അപ്പോൾ ഏതാണ്? 2ാമത്തെ D അല്ലേ, 2D വരുന്നുണ്ട്. അടുത്ത നോക്കും 3, വേരിസെല്ല സോസ്റ്റർ, അതായത് ചിക്കൻ ബോക്സിന് കാരണമാണ് വേരിസെല്ല വൈറസ് അല്ലെങ്കിൽ വെരിസെല്ല സോസ്റ്റർ എന്ന് പറയുന്നത് ചിക്കൻ ബോക്സുമായി ബന്ധപ്പെട്ട്. അപ്പോൾ 3B ആണ്. 4ാമത്തെ നോക്കും, 4 വേരിയോള വൈറസ് എന്താണ്? അത് വസൂരിയാണ്, വേരിയോള വൈറസ് വസൂരിയാണ്. അപ്പോൾ നമ്മളുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 1A. ഒന്നെന്ന് പറയുന്നത് റൈനോ വൈറസ് ജലദോഷമാണ്. അടുത്ത് ട്രിപ്പോണിമ പല്ലിഡിയം എന്ന് പറയുന്നത് ഏതാണ്? സിഫിലിസ് ആണ് ആ രോഗം എന്ന് പറയുന്നത്. ഇനി വേരിസെല്ല സോസ്റ്റർ ഉണ്ടാക്കുന്ന ചിക്കൻ ബോക്സ് ആണ്. വേരിയോള വൈറസ് ആണെന്നുണ്ടെങ്കിൽ അത് വസൂരിയാണ്. സോ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഡി ആണ്. ഓക്കെ, അപ്പോൾ 10 ചോദ്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. 10 ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. എത്ര മാർക്ക് കിട്ടി എന്നുള്ളതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക, മറക്കാതെ കമൻറ്റ് ചെയ്യുക. തെറ്റിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് പഠിക്കുക. അതുപോലെ പുതുതായിട്ടുള്ള കേൾക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക. ഇനി നമുക്ക് വളരെ സമയം കുറച്ചേ ഉള്ളൂ, കൃത്യമായിട്ടുള്ള സമയം വിനിയോഗിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് 7000-ലധികം ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ അല്ലേ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എന്താണ് ആൻസർ കീ എന്ന് പറയുന്നത് നമ്മൾ തരുന്നത് ക്വസ്റ്റ്യനും 4 ആൻസറും അതിൽ ഏതാണോ ശരി അത് ടിക്കറ്റിട്ടാണ് നമ്മൾ ആൻസർ കീ വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ നോക്കുന്ന സമയത്ത് എഗൈൻ മുകളിലേക്ക് പോയി താഴേക്ക് വരുന്ന ഒരു പ്രശ്നമൊന്നും വേണ്ട. നമ്മുടെ ആപ്പിൽ അങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. PDF രൂപത്തിൽ തന്നെയാണ് ആപ്പിലൂടെ ലഭിക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ വേണ്ടവർ ഈ പറയുന്ന SCRTയും കറണ്ട് അഫയർ എല്ലാം അതിനകത്ത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. താല്പര്യമുള്ളവർ 9747886626 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു ക്ലാസ്സായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.